ISL ഇക്കുറി മാറ്റങ്ങളോടെ തിരികെ എത്തുന്നു എന്നുള്ളതാണ് ഈ വരുവാനായിട്ട് പോകുന്ന ISL സീസണിൻ്റെ ഒരു പ്രത്യേകത. പഴയ രീതിയിലേക്ക് മാറി പുതിയൊരു സ്ട്രക്ചറോട് കൂടിയായിരിക്കും ISL ഇത്തവണ കടന്നു വരിക എന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഉറപ്പായും ISL താരങ്ങൾക്ക് അത് വളരെ വലിയൊരു പ്ലേയിങ് ടൈമിൻ്റെ ഓപ്പർച്യൂണിറ്റി തിരികെ കൊണ്ടുവരുന്ന ഒരു സുവർണ്ണ അവസരമായിരിക്കും. എങ്കിൽ പോലും നിലവിലെ ISL വന്നിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യുന്ന മറ്റ് ചില മാറ്റങ്ങൾ, അതായത് ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുള്ള നിയമമാറ്റങ്ങൾ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് കണ്ടുവരാം. ഒന്നാമത്തെ കാര്യം OCI താരങ്ങളുടെ ഇംപ്ലിമെൻറ്റേഷനാണ്. അതായത് നിലവിലെ സാഹചര്യത്തിൽ 4 വിദേശ താരങ്ങൾക്കായിരുന്നു സ്റ്റാർട്ടിംഗ് 11-ൽ ഇറങ്ങുവാനായിട്ട് സാധിക്കുക. 6 വിദേശ താരങ്ങളെ വരെ സൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായിരുന്നതാണ്. എന്നാൽ നിലവിലെ പുതിയ മാറ്റങ്ങൾ പ്രകാരം 3 വിദേശ താരങ്ങൾക്ക് ലൈനപ്പിൽ ഇറങ്ങാം, പ്ലസ് ഒരു OCI താരത്തിനും ലൈനപ്പിൽ ഇറങ്ങാം എന്നൊരു നിബന്ധനയാണ് നിലവിൽ ഇപ്പോൾ ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് വരുന്നതെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ നിയമമാറ്റമായിട്ട് കടന്നു വരുന്നതെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. പോരാത്തതിന് ഇന്ത്യൻ താരങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സ്ട്രൈക്കർ 90 മിനിറ്റ് മത്സരത്തിൻ്റെ കളത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ 2 മാറ്റങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. അതുമാത്രമല്ല, ഇനി ISL ആരംഭിക്കുന്നത് സെപ്റ്റംബർ 4-ാം തീയതി ആയിരിക്കും, അല്ലെങ്കിൽ ISLൻ്റെ ഡേറ്റിനെ കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം വരുന്ന സാഹചര്യത്തിൽ നമുക്ക് നിലവിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ് സെപ്റ്റംബർ 4-ആണ്. അതുമാത്രമല്ല, വരുന്ന മാസത്തിനുള്ളിൽ തന്നെ ഡ്യൂറൻഡ് കപ്പ് ആരംഭിക്കുന്നതോടുകൂടി ഇന്ത്യൻ ഫുട്ബോൾ സീസൺ കിക്ക് ഓഫ് ചെയ്യുന്നതാണ് എന്നും കൂടി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഉറപ്പായും വളരെ മാറ്റങ്ങൾ നല്ലതാണ്. ആ മാറ്റങ്ങൾ ഉറപ്പായും ISLനെയും കേരള ബ്ലാസ്റ്റേഴ്സിനെയും പോലുള്ള ടീമുകളെയും അത് മികച്ച രീതിയിൽ തന്നെ മാറ്റിയെടുക്കട്ടെ. എസ്പെഷ്യലി താരങ്ങൾക്കൊരു മികച്ച പ്രകടനം കാഴ്ചവെക്കൊണ്ട് സാധിക്കട്ടെ. അവിടുന്ന് മികച്ച താരങ്ങളെ ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കുവാനായിട്ടും ഫെഡറേഷന് സാധിക്കട്ടെ എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്.